ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ റെഡ് കാർഡ് എവിഷൻ കിട്ടിയ ഒരു എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഈ നമ്മളെ മലയാളത്തിലെ ബിഗ് ബോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് തമിഴിലെ ബിഗ് ബോസ് ആണ്. അത് വിജയ് സേതുപതിയാണ്. ഇവിടെ മോഹൻലാൽ ആണെങ്കിൽ അവിടെ വിജയ് സേതുപതിയാണ് ഇപ്പോൾ നടത്തുന്നത്. അതിലെ മലയാളത്തിലെ പോലെ തന്നെ കാറിൻ്റെ ഉള്ളിൽ എല്ലാവരും തിങ്ങിയിരുന്നിട്ട് പിന്നെ ആദ്യം ആരാണ് ഔട്ടാകുന്നത്, പുറത്താകുന്നത്, അവർ ഔട്ടാകുന്ന ഒരു ഗെയിം മലയാളത്തിലെ ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ തമിഴിലും ഉണ്ട്. പക്ഷേ ഈ തമിഴിൽ ആ ഷോ നടത്തിയ സമയത്ത് രണ്ടാൾ കൂടിയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ ചവിട്ടി പുറത്തിട്ടിട്ട് അവർക്ക് സ്റ്റോക്ക് വന്നിട്ട് പോലും കുറച്ച് ആൾക്കാർ ഇറങ്ങി നോക്കി. ഈ ബാക്കിയുള്ള ആൾക്കാർ ഔട്ടാവുമെന്ന് പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അവരെ തിരിഞ്ഞു നോക്കാതെയായി. അത് ഭയങ്കര വിവാദമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യം റെഡ് കാർഡ് കിട്ടിയ ഒരു ഫീമെയിലായിരിക്കും ഈ കണ്ടസ്റ്റൻറ്റ്. വേറെ ആർക്കും ഇത് മെയിലിന് കിട്ടിയിട്ടുണ്ട്, ഫീമെയിലിന് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്, ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ എന്തെന്നെ ഇതിനു മുമ്പോ ഇതിന് ശേഷമോ സംഭവിച്ചാലും ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു എന്തോ പോലെ തോന്നുന്നില്ലേ? എന്ത് മനുഷ്യന്മാരാണ് ഇവർ. സത്യത്തിൽ നിങ്ങൾക്കിതിൽ വിജയിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഒന്നില്ലെങ്കിൽ 10 ലക്ഷം ഉറുപ്പിയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ 1 കോടിയോ എത്ര വേണേലും കിട്ടിക്കോട്ടെ. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനമല്ലേ എല്ലാവർക്കും. കേവലം ഒരു ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയിട്ട് ഒപ്പമുള്ള ഒരാളെ, അതെനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ത്രീ ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവും. എന്ത് സിനിമയിൽ പോലും ഇങ്ങനത്തെ സീന് കണ്ടിട്ടില്ല. ഇവരെല്ലാം എന്തൊരു ക്രൂരമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരാണ്. കറക്റ്റ് എല്ലാവരും ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു ഇവരെ രണ്ടാളെയും പുറത്താക്കണമെന്ന്. അത് കറക്റ്റ് വിജയ് സേതുപതി വന്നിട്ട് കുറേ രണ്ടെണ്ണത്തിൽ നല്ല തൂക്കി അടിച്ചിട്ട് റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കിയിട്ടുണ്ട്. ഇനി ഇവർക്ക് റെഡ് കാർഡ് കിട്ടിയോണ്ട് ഇനി ഇവർക്ക് ശമ്പളം ഉണ്ടാവില്ല. രണ്ടാൾക്കും ബിഗ് ബോസിൽ ഓരോ ആൾക്കും ഓരോ ശമ്പളം ഉണ്ടാവില്ല, അത് കട്ടാക്കിയിട്ടുണ്ടാവും. ഇനി ഗ്രാൻഡ് ഫിനാലെ ബിഗ് ബോസിൻ്റെ എന്ത് പരിപാടി വെച്ചാലും ഇവർക്ക് രണ്ടാൾക്കും പങ്കെടുക്കാൻ പറ്റൂല. എനിക്ക് തോന്നുന്നത് വിജയ് സേതുപതിക്ക് സിനിമയിൽ കിട്ടുന്നതിനെക്കാട്ടിയും കയ്യടി കിട്ടിയ ഒരു എപ്പിസോഡാണത്. പിന്നെ ഈ മലയാളത്തിലും തമിഴിലും ബിഗ് ബോസ് ഞാൻ ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായുള്ളൊരു കാര്യമുണ്ടല്ലോ. ബിഗ് ബോസ് മലയാളത്തിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിന് ഞാൻ ഉദ്ദേശിച്ചത്, ഒരാളെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വോട്ടിംഗ് റൈറ്റ് നോക്കിയിട്ട് അയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, മാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടിങ് റൂം കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊണ്ടാക്കുക. അങ്ങനത്തെ കുറേ പരിപാടി ഈ മലയാളം ബിഗ് ബോസിൽ മോഹൻലാൽ ആങ്കറായിട്ട് നടത്തുന്ന മലയാളം ബിഗ് ബോസിൽ നടക്കുന്നുണ്ട്. പക്ഷെ തമിഴ് ബിഗ് ബോസിൽ ഇതൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് കാണലുണ്ട്, ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കലുണ്ട്. വിജയ് സേതുപതി ആരായാലും വന്നിട്ട് കറക്റ്റ് നല്ല കലമ്പുന്നുണ്ട്. നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നാണെങ്കിൽ അത് ശരിയായില്ല എന്ന്, അവർക്ക് പണിഷ്മെൻ്റ് ആണ്, പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുമാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. ആരോടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ മത്സരാർത്ഥികൾ, ഇവിടെ നമ്മൾ മലയാളം ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ ആണും കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടാവും, പെണ്ണും കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ തേടി കണ്ടുപിടിച്ചിട്ട് ഇതാണ് ഭയങ്കര വ്യത്യസ്തത, അല്ലെങ്കിൽ ഒരു ന്യൂജൻ ടൈപ്പ് സാധനം ഇതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. പക്ഷേ തമിഴിൽ ഞാൻ തുടക്കം മുതൽ നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആരും ഇല്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വൈറലായ ആൾക്കാർ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ, അവരെ മേഖലകൾ നോക്കിയിട്ട് അതിലെന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ചെയ്ത ആൾക്കാരെ മാത്രമേ തമിഴിൽ ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. എനിക്ക് മലയാളത്തിലേതിനെക്കാട്ടും കൂടുതൽ കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നിയത് തമിഴിലെ ബിഗ് ബോസ് ആണ്. എല്ലാ രീതിയിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടാണെങ്കിലും ശരി, ആങ്കറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാം 100% ഒരു നീതി പുലർത്തുന്നുണ്ട് തമിഴിലെ ബിഗ് ബോസ്. അത് നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല.